TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് ഇനാക്ട്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്ന ടോപ്പിക്കാണ്. കോർപ്പറേഷനിൽ നിന്നും 9ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കാണ്. കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇവല്യൂഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് ഇനാക്ട്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. കേരളത്തിൽ പ്രാബല്യത്തിലുള്ള സഹകരണ നിയമമാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, 1969 കേരള സഹകരണ നിയമം. ഈ ഒരു ആക്ട് നിലവിൽ വരാനുണ്ടായ സാഹചര്യമാണ് നമ്മൾ പഠിക്കുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 അതിനു മുൻപ് കേരളം കൊച്ചി, ട്രാവൻകൂർ, മലബാർ ഇങ്ങനെ 3 പ്രവിശ്യകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ പ്രവിശ്യകളിലും ഓരോ സഹകരണ നിയമം ഉണ്ടായിരുന്നു. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ് ആദ്യം നിലവിൽ വരുന്നത്. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1913. 1911 കൊച്ചിൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ AR ബാനർജി. AR ബാനർജി എന്ന ദിവാൻ്റെ ലീഡർഷിപ്പിലാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്യുന്നത്. The first cooperative society registered under this act, എടവണക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റി, എ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയായ എടവണക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റി. ശ്രദ്ധിക്കണം, കേരാഫഡ് എക്സാമിൻ്റെ ഒരു ചോദ്യമാണ്. അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ്. അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ്. ഉത്തരം കൊടുത്തത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റാണ്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കണം. ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അതാണ് ഉത്തരം. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഫോം ചെയ്ത ആദ്യത്തെ സൊസൈറ്റി അഡ്വാൻസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് ചില ബുക്കിൽ പറയുന്നുണ്ട്. അതും കൂടി ഓർമ്മയിൽ വെക്കണം. അപ്പോൾ എടവണക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എടവണക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് പ്രസൻറ്റ് നെയിം. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തത് 1930. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ പ്രബോധിനി. സഹകരണ പ്രബോധിനി ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രയോറിറ്റി കൊടുത്തിരുന്നത് കോട്ടേജ് ഇൻഡസ്ട്രിക്കാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനും ഇത് ഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു ആക്ട് പ്രകാരം പ്രൈമറി സൊസൈറ്റികളെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് സൂപ്പർവൈസിംഗ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. മെമ്പർഷിപ്പ് ഇൻഡിവിജ്വൽസിനും സൊസൈറ്റികൾക്കും അലൗഡായിരുന്നു. 1918 മുതലാണ് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞത്. ഇതാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. അടുത്തത് തിരുവിതാംകൂർ മേഖലയിൽ നിലനിന്നിരുന്ന നിയമമാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1914. സർ രാജഗോപാൽ ആചാര്യ വാസ് ദ രജിസ്ട്രാർ ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ഒരു ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ട്രാവൻകൂർ സ്റ്റേറ്റിലെ രജിസ്ട്രാർ ആയിരുന്നു രാജഗോപാൽ ആചാരി. ദിവാൻ ആയിരുന്നത് M. കൃഷ്ണനാണ്. M. കൃഷ്ണൻ വാസ് ദ ദിവാൻ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദിസ് ആക്ട്. ദ ആക്ട് പെർമിറ്റഡ് ടു രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസിൻ്റെ ഫോർമേഷന് ഈ ആക്ട് അനുവദിച്ചിരുന്നു. The first cooperative society registered under this act is Trivandrum Central Cooperative Bank 1915. 1915 നിലവിൽ വന്ന ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഈസ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. നിലവിൽ വന്നത് 1915. ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1916 ജനുവരി 18.
ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് 1925 നമ്മൾ നേരത്തെ പറഞ്ഞു കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1930 ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് 1925 സെൻട്രൽ ബാങ്ക് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് ടു ആക്ട് ആസ് എ ഫിനാൻസിംഗ് ഏജൻസി ഫോർ ദ പ്രൈമറി സൊസൈറ്റീസ്. ഈ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ ബാങ്കുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു. Many type of cooperative societies such as urban banks, employee societies, women societies, marketing societies, etc. are organized and registered. പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതിനും ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിനും കഴിഞ്ഞു. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രജിസ്ട്രാർ ആയിരുന്നു രാജഗോപാലാചാരി. തിരുവിതാംകൂറിലെ ആദ്യത്തെ രജിസ്ട്രാറാണ് സി ഗോവിന്ദപിള്ളൈ. ഹൂ വാസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം സി ഗോവിന്ദപിള്ളൈ. 1935 ഈ നിയമം അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു മിസ്റ്റർ ദേവദർ. 1935 ഈ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഫോം ചെയ്തത് 1938. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഫോം ചെയ്തത് 1938. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് പിന്നീട് കേരള ബാങ്കായി മാറിയത്. പ്രൈമറി സൊസൈറ്റികളുടെ ഫിനാൻസിംഗ് ബാങ്കായിട്ട് സെൻട്രൽ ബാങ്ക് ഓർഗനൈസ് ചെയ്യാൻ ഈ ഒരു നിയമത്തിന് കഴിഞ്ഞു. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സെൻട്രൽ ബാങ്കാണ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്ത ആദ്യത്തെ സെൻട്രൽ ബാങ്ക്. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത് 1917. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1917. പരസ്പര സഹായി ഇസ് ദ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് പബ്ലിഷ് ചെയ്തിരുന്ന മാഗസിനാണ് പരസ്പര സഹായി. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷനാണ് സഹകരണ പ്രബോധിനി. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാഗസിനാണ് പരസ്പര സഹായി. കേരള സംസ്ഥാനം നിലവിൽ വരുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന ഒരേ ഒരു സെൻട്രൽ ബാങ്കാണ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്തത് മലബാർ മേഖലയിൽ നിലവിലുണ്ടായിരുന്ന നിയമമാണ്. അത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് മലബാർ മേഖലയിൽ ആപ്ലിക്കബിൾ ആയിരുന്നത്. പ്രയർ ടു ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ദ പ്രസന്റ് മലബാർ ഏരിയ വാസ് എ പാർട്ട് ഓഫ് ഏസ്റ്റ് വൈൽ മദ്രാസ് സ്റ്റേറ്റ്. അപ്പോൾ മലബാർ ഡിസ്ട്രിക്റ്റും കാസർഗോഡ് താലൂക്കും ഒക്കെ ഉൾപ്പെടുന്നതാണ് മലബാർ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നിലനിന്നിരുന്നത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസും അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസും ഫോം ചെയ്യുവാൻ കഴിയുമായിരുന്നു. ദ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വാസ് ദ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഇൻ മലബാർ ഏരിയ. മലബാർ ഏരിയയിൽ ഈ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ സൊസൈറ്റിയാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മലബാർ ഏരിയയിൽ ഫോം ചെയ്ത ആദ്യത്തെ സൊസൈറ്റി കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അതാണ് ഇപ്പോഴത്തെ കൊടുവായൂർ അർബൻ ബാങ്ക്. ബാങ്ക് ഇപ്പോഴും നിലവിലുണ്ട്. ബാങ്കിൻ്റെ പേര് കൊടുവായൂർ അർബൻ ബാങ്ക് എന്നാണ്. കേരളത്തിലെ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടുവായൂർ അർബൻ ബാങ്കാണ്. കൊടുവായൂർ അർബൻ ബാങ്ക് 1909 നിലവിൽ വന്നു. ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള ഈസ് കൊടുവായൂർ അർബൻ ബാങ്ക്. കേരളത്തിലെ റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ആക്റ്റാണെന്ന് ചോദിച്ചാൽ അത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് കേരളത്തിലെ റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുൻപ് കേരളം, കൊച്ചി, ട്രാവൻകൂർ, മലബാർ ഇങ്ങനെ 3 പ്രവിശ്യകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 3 പ്രവിശ്യകളിലും നിലനിന്നിരുന്ന സഹകരണ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1949 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. കോൺസിക്വൻസ് ഓൺ ദ മെർജർ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ് ഇൻ 1949, it was found necessary to have a uniform cooperative law applicable to the entire area. Accordingly, in 1951, Travancore Cochin Cooperative Societies Act was passed. 1949
തിരുക്കൊച്ചി സംയോജനം നടന്നതോടെ രണ്ട് പ്രവിശ്യകളിലും നിലവിലുണ്ടായിരുന്ന നിയമങ്ങളും മാറി പുതിയൊരു നിയമം വന്നു. അതാണ് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1951, 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ഒരു ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 1952 ജൂൺ 3 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 3 ജൂൺ 1952. അങ്ങനെ 1956 കേരള സംസ്ഥാനം നിലവിൽ വരുന്നു. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ രണ്ട് സഹകരണ നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1951, അതായത് ട്രാവൻകൂർ കൊച്ചിൻ മേഖലയിൽ 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും മലബാർ മേഖലയിൽ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും. ഈ രണ്ട് നിയമങ്ങളും മെർജ് ചെയ്ത് ഒരു യൂണിഫോം ലെജിസ്ലേഷൻ കൊണ്ടുവരേണ്ട ആവശ്യകത വന്നു. അക്കോർഡിംഗ്ലി ദ ഗവൺമെൻറ് ദെൻ ഇൻ പവർ took initiative to bring in new legislation. അങ്ങനെയാണ് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാവുന്നത്. 1969 ഇപ്പോൾ നിലനിൽക്കുന്ന കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള സഹകരണ നിയമം നിലവിൽ വരുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വരുമ്പോൾ കേരളത്തിലെ സഹകരണ മന്ത്രിയായിരുന്നു PR കുറുപ്പ്, മുഖ്യമന്ത്രിയായിരുന്നു EMS. ഈ നിയമത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് 1969 മെയ് 15. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂള് വരുന്നത് 1969 ജൂലൈ 14. റൂൾസ് ആർ ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ്. ദ ആക്ട് ഈസ് ടു ബി ഇനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറാണ് ആക്ട് ഇനാക്ട് ചെയ്യുന്നത്, എന്നാൽ റൂൾസ് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ആക്ട് ഗീവ്സ് എ സ്കെൽട്ടൺ ഓഫ് ദ ലോ. ഡീറ്റെയിൽസ് ആർ ഫർണിഷ്ഡ് ഇൻ ദ റൂൾസ്. KCS ആക്ടിന് 16 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. KCS റൂൾസിന് 15 ചാപ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. 1969 21ാമത്തെ ആക്റ്റാണ് KCS ആക്ട് 1969. ഇമ്പോർട്ടൻ്റ് ആണ്. 1969 21ാമത്തെ ആക്റ്റാണ് KCS ആക്ട് 1969. ഈ ആക്ടിന് 110 സെക്ഷൻസും 201 റൂൾസും ഉണ്ടായിരുന്നു. 110 സെക്ഷൻസും 201 റൂൾസും. KCS ആക്ട് കണ്ടെയ്ൻസ് 3 ഷെഡ്യൂൾ. KCS ആക്ടിന് 3 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതേതൊക്കെയാണെന്ന് നോക്കാം. ഷെഡ്യൂൾ 1 പറയുന്നത് ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ ഡൺ ബൈ PSC. സെക്ഷൻ 80(3)A പ്രകാരം PSC അപ്പോയിൻമെൻറ്റ് നടത്തുന്ന അപ്പെക്സ് സൊസൈറ്റീസിൻ്റെയും സെൻട്രൽ സൊസൈറ്റീസിൻ്റെയും ലിസ്റ്റാണ് ഷെഡ്യൂൾ 1 കൊടുത്തിരിക്കുന്നത്. ഷെഡ്യൂൾ 2 പറയുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ 2 ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റ്, സെക്ഷൻ 69(4) പ്രകാരമുള്ള ടൈം ലിമിറ്റിനെ കുറിച്ച് പറയുന്നത് ഷെഡ്യൂൾ 3. അപ്പോൾ KCS ആക്ടിന് 3 ഷെഡ്യൂളുകളുണ്ട്. ഷെഡ്യൂൾ 1 പറയുന്നത് ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ ഡൺ ബൈ PSC. ഷെഡ്യൂൾ 2 പറയുന്നു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഷെഡ്യൂൾ 3 ടൈം ലിമിറ്റ്. KCS റൂൾസിന് 3 അപ്പൻഡിക്സ് ഉണ്ടായിരുന്നു. അതേതൊക്കെയാണെന്ന് നോക്കാം. അപ്പൻഡിക്സ് 1 പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, രജിസ്റ്റേഴ്സിനൊക്കെ കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 1. അപ്പൻഡിക്സ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോംസിനെ കുറിച്ച് പറയുന്നു. 39 ഫോംസ് ഉണ്ട് നിലവിൽ. ഈ ഫോംസിനെ കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 2. അപ്പൻഡിക്സ് 3 പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റാഫ് പാറ്റേൺ ഓർ വേരിയസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പലതരത്തിലുള്ള സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് അപ്പൻഡിക്സ് 3. അപ്പോൾ KCS ആക്ടിന് 3 ഷെഡ്യൂളുകളും KCS റൂൾസിന് 3 അപ്പൻഡിക്സുകളും ഉണ്ട്. ഓരോന്നിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 110 സെക്ഷൻസും 201 റൂൾസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് ഇനാക്ട്മെൻറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്